ബോസ് ഇങ്ങനെ പറയുന്നുണ്ട് കഴിച്ചൊക്കെ നല്ല ടേസ്റ്റാണ്. മോൻ കണ്ടിട്ട് അങ്ങനെയല്ലല്ലോ തോന്നുന്നത്. അതിനൊക്കെ വന്നു കഴിഞ്ഞാൽ പൈസ പോകണമെങ്കിൽ അറിയില്ല. ഹായ് ഗൈസ്, ആകെ മൊത്തം ഓഫായി പോയി. ഇപ്പോൾ വെള്ളം എടുക്കാൻ പോകട്ടോ. എന്താണെന്ന് വെച്ചാൽ പനി പിടിച്ചു. ഇന്നലത്തെ വീഡിയോ ഒക്കെ ഇടണമെന്ന് വിചാരിച്ചാൽ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ തീരെ വയ്യായിരുന്നു, പനി ആകെ ചൊറയും. അപ്പം അതുകൊണ്ട് ഇത് ചെയ്ത് വെച്ചാൽ ഇന്ന് ഞാൻ വ്ളോഗ് ഇടാൻ വിചാരിച്ചു. എനിക്ക് ഫുഡ് കഴിച്ചു, ഇപ്പോൾ വെള്ളം എടുക്കണം, കുറച്ചേരം കൂടി റെസ്റ്റ് എടുക്കണം, അപ്പോൾ ഒന്ന് പുറത്തിറങ്ങണം. ഇന്ന് ബാങ്ക് പോകാണ്ട് 1 2 3 ഇതെത്ര 2.5. അപ്പോൾ 3 പറയുമ്പോൾ 4 ലിറ്റർ ചെറിയ കുപ്പിയും 2.5 ലിറ്റർ വലിയ കുപ്പിയും. അപ്പോൾ ഏകദേശം 5.5 ലിറ്റർ വെള്ളം. അപ്പോൾ ഇതിപ്പോൾ 2 ദിവസം കൊണ്ട് കഴിയും. അതാണ് ടാസ്ക്. ഇവിടെ വെള്ളം കുടിക്കലാണ് കൂടുതൽ. എന്തായാലും കുളിച്ചിട്ട് വരാം. കുളി കഴിഞ്ഞ് പുറത്തിറങ്ങി. എവരിഡേൻ്റെ ഫ്രണ്ടിൽ ഒരു ATM ഉണ്ട്, അവിടെ പോകണം, പൈസ എടുക്കണം. നേരെ GCC വന്ന് എക്സ്ചേഞ്ച് ചെയ്യണം. GCC വന്ന് നാട്ടിൽ കഴിക്കാം. അപ്പോൾ നേരെ GCC പോവാം. GCC അല്ലല്ലോ ഫസ്റ്റ് ചെയ്യണം, ATM. സൗണ്ട് കുറവായിരിക്കും. മൈക്ക് ഞാൻ ഇപ്പോൾ മേടിച്ചിട്ട് കേട്ടോ. മൈക്ക് ഞാൻ ഒന്ന് നോക്കുന്നുണ്ട്, സെറ്റ് ആവണേ ഞാൻ എന്തായാലും ഒന്ന് മേടിക്കും. പനിക്ക് കുറവുണ്ട് കേട്ടോ. പനി ഇപ്പോൾ ഏകദേശം കുറഞ്ഞു, ഇപ്പോൾ സെറ്റായി വരുന്നുണ്ട്. നാളെ മുതൽ പണിക്ക് വരണം. എന്തായാലും എന്തെങ്കിലുമൊക്കെ ആവട്ടെ. പിന്നെ കുറച്ചായി ഞാൻ യൂട്യൂബിലും ഏകദേശം ഇൻസ്റ്റയിലൊക്കെ ഏകദേശം ഒരേ ടൈമാണ്. കുറച്ചായി ഇട്ടിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട് എന്തൊരു നെഗടിക്കുക നിർത്താന്നുള്ളത്. അപ്പോൾ പിന്നെ അതുമല്ല പനിയും കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് ഒന്നിനൊരു മൂഡില്ലാതായി. പക്ഷേ ഞാൻ നിർത്തില്ല, ഞാൻ കൺഫേമാണ്. വീഡിയോസ് എന്തായാലും ഉണ്ടാവും. പിന്നെ ഈ ഡെയിലി ഇൻസ്റ്റയിൽ ഞാൻ വീഡിയോസ് ചെയ്യുന്നത് എനിക്കൊരു തിരുപ്പതി വരുന്നില്ല. തിരുപ്പതി എന്താണെന്ന് വെച്ചാൽ ഈ രാവിലെ ഈ റൂട്ടുമ്പോൾ കൂടി നടന്നുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു പോകുന്നത് വലിയ താല്പര്യമില്ല. എനിക്കും വലിയ ഇഷ്ടപ്പെടുന്നില്ല, കാണുന്നവർക്കും വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ടൈപ്പ് കണ്ടന്റ് ഞാൻ നിർത്തി. വ്ളോഗ് ചെയ്യാൻ താല്പര്യമുണ്ട്, അത് ചെയ്യാൻ നോക്കാം. ഒരു വ്യൂ കാണിച്ചതാ. ഇതെങ്ങനെയുണ്ട് നോക്കട്ടോ. ഇതെങ്ങനെയുണ്ട്? നല്ല രസമില്ലേ? ആകാശവും ആ പള്ളീൻ്റെ അതും ടെലിഫോൺ ടവറാ ആണോ അത്? നല്ല ഭംഗിയിലെ കാണാൻ. വെയിലുണ്ട് കേട്ടോ അത്യാവശ്യം. പിന്നെ ഒരു കാര്യം, മറ്റേ കഴിഞ്ഞ മഴേൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഉള്ള ലൊക്കേഷൻ കാണിച്ചു തരാം കേട്ടോ. വെള്ളം ചെറുതായിട്ട് വറ്റിയിട്ടുണ്ടെന്നെങ്കിലും അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് വെള്ളമുണ്ട്. ഇതായിരുന്നു ആ എൻട്രൻസ്. നിസ്സാരത അതിൽ കൂടിയാണ് സൈക്കിൾ കൂട്ടിയാണ്ട് വെള്ളത്തേക്ക് ഇറങ്ങിയത്. ഇവിടെ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു. ഇതാണ് ആ പാർക്കിങ്. ഇവിടെ എവിടെയാണ് ആ ഓടി കിടന്നത്, ഈ ക്രെയിൻ നിൽക്കുന്നിടത്താണ് തോന്നുന്നു. അത് കൊണ്ടുപോയി. അപ്പുറത്തെ സൈഡ് ഇപ്പോൾ വെള്ളമുണ്ട്, ഇവിടെ അങ്ങനെ ആയിട്ട് കുറച്ച് വെള്ളമുണ്ട്. ആണ് ഇവിടെ മഴ പെയ്താൽ അത്യാവശ്യം വെള്ളം നിറയും ചെയ്യും. ഒരു നല്ലൊരു വെയിലടിച്ചാൽ വെള്ളം മൊത്തം പോവുകയും ചെയ്യും. എന്തായാലും ഞാൻ എവരിഡേൻ്റെ ഫ്രണ്ടിലെത്താനായി. ഈ ഒരു സൈഡ് എപ്പോഴും വെള്ളം ഉണ്ട് കേട്ടോ. ആ വാനിപ്പോഴും അവിടെ കുടുങ്ങി കിടക്കുകയാണ്. അതിപ്പോഴും വെള്ളത്തിൽ നിന്ന് പൊന്തിയിട്ടില്ല ഒന്നും. ആ വണ്ടി ഇനി എന്നെടുക്കാനോ? മുഖമൊക്കെ എന്തോ പോലെ ഉണ്ടല്ലേ. കുളിക്കാൻ കയറുമ്പോൾ ഉള്ള കാര്യമല്ലല്ലോ, പഠിക്കണ്ടായിരുന്നു. എനിക്ക് എവരിഡേലൊന്നും കയറണം. കുറച്ച് നട്ട്സ് എന്തെങ്കിലും മേടിക്കാൻ പറ്റും. സാധനം പൊരിച്ചു നട്ട്സാണ്. നെക്സും പിന്നെ ബോസിന് കുറച്ച് ആ കാണുന്നു, അതാണ് GCC എക്സ്ചേഞ്ച്. ഞാൻ അവിടെ പോവുക, നാട്ടിലേക്ക് പൈസ അയക്കാം. നാട്ടിലേക്ക് പറഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടാനാട്ടോ. പിന്നെ ഒരു കാര്യം, ദുബായിൽ ഫസ്റ്റ് ടൈം വരുന്ന ടീംസ് ആണെന്നുണ്ടെങ്കിൽ ആരാണെങ്കിലും മാക്സിമം നാട്ടിൽ അതേപോലെ EMI അതേപോലെ അടവ് അങ്ങനത്തെ ഒന്നും ഇല്ലാതെ വരാൻ നോക്കുക മാക്സിമം. അതിനൊക്കെ വന്നു കഴിഞ്ഞാൽ പൈസ പോകണമെങ്കിൽ അറിയില്ല. നമ്മളിവിടെ പണിയെടുക്കുന്ന പൈസ മൊത്തം അവിടെ ഇത് കഴിക്കാനാണ്, EMI കൊടുക്കാനാണ് വേണ്ടിയിട്ടാവും. EMI ഇനി ഉണ്ടാവില്ല, ഉറപ്പാണ്. എക്സ്ചേഞ്ച് ചെയ്ത പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിച്ചു. എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പഠിക്കണം. ഇംഗ്ലീഷ് എനിക്കറിയാം, വായിക്കാനറിയാം, പറയാനും അറിയാം. പക്ഷെ ഒരാളോട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എനിക്ക് തീരില്ല. നാട്ടിൽ നിന്നായാലും ഇവിടെ നിന്നായാലും. ഹിന്ദി കുഴപ്പമില്ല, ഹിന്ദി നാട്ടിൽ എനിക്ക് എങ്ങനെ പിടിച്ചെടുക്കും. പക്ഷെ ഇംഗ്ലീഷ് നോക്കട്ടെ, എങ്ങനെയെങ്കിലും സ്കില്ല് എങ്ങനെയെങ്കിലും വളർത്തിയെടുക്കാൻ നോക്കാം. അറിയാം, ബേസിക് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ പതറും. പറയാനുള്ള ധൈര്യമൊക്കെ ഉണ്ട്, തെറ്റും, നല്ലോണം തെറ്റും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവില്ല. പേടില്ല കേട്ടോ, വർത്തമാനം പറയാൻ അറിയാമെന്നുള്ളൊരു ധൈര്യമുണ്ട്.
അതുകൊണ്ട് പിന്നെ പേടിയില്ല. ഇവിടെ നാട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്തായാലും ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കാൻ നോക്കുന്നുണ്ട്. ഒരു സാധനം കാണിച്ചട്ടെ. ഇത് GT ബെൻസ്. ആൻഡ് അവിടെ നിൽക്കുന്ന ഒരു സാധനം കണ്ടോ? ഓ ഫോക്കസ് ആവണില്ലല്ലേ. ചേർന്ന് അങ്ങനെ എന്തായാലും റൂമിലെത്താനായി. നല്ല വെയിലുണ്ട് കേട്ടോ. ചൂട് അറിയണമെങ്കിലും നല്ലൊരു വെയിലുണ്ട്. ഇങ്ങനെ ചൂടിൻ്റെ സീസണല്ലേ. എന്തായാലും ചാവാതിരുന്നാൽ മതി. മിക്കവാറും കിടന്നുറങ്ങാവും. ഉറക്കം തന്നെ ആവും. ഒരു ജീവേഗനല്ലേ ഈ കെടുക്കുന്നത്. ഇവർക്ക് ഇതൊന്നും വേണ്ടേന്നാവും. ഇത് കണ്ട കൈസ്, ഇവർക്ക് ഇതൊന്നും വേണ്ട തോന്നുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പൊന്നുപോലെ കൊണ്ടിടും. ആദ്യം പിടിക്കും. എന്തെങ്കിലും ആവട്ടെ. ഇപ്പോൾ കണ്ണൊന്നും വരികയാണ്. പിന്നെ ഞായറാഴ്ച നല്ല അടിപൊളി വീഡിയോസ് വരുന്നുണ്ടാവും യൂട്യൂബിൽ. സബ് ചെയ്യാൻ മറക്കണ്ട. ഒന്ന് പോയി കുറച്ച് നേരം കെടുക്കട്ടെ. ഇതൊന്ന് തിന്ന് നോക്കണം. ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. ഷവായാണ് ലക്ഷ്യം. കുറേ ഇവിടെ വന്നിട്ട് ഷവായ തിന്നിട്ടില്ല. അപ്പോൾ ബോസ് ഇങ്ങനെ പറയുന്നുണ്ട് കഴിച്ചൊക്കെ നല്ല ടേസ്റ്റാണ്. അവൻ വന്ന പറ്റിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ചേച്ചിന്. ഒന്ന് കഴിച്ചു നോക്കണം ഗൈസ്. എന്താ പറയുക, മറ്റേ എന്താണ് അതിന് പറയുക, ഷവായ ഓർഡർ ചെയ്തത്. ഷവായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. വന്നു. ഇതെന്താ കുബൂസ്? ചിക്കൻ വേണോ ബീഫ് വേണോ? ഷൂപ്പ് വന്നു. ഇതെന്താ സാധനം? ഇത് രസോ എന്താ പാട്? എക്സ്പ്രഷൻ ഒന്നും ഇല്ല. എന്താ അവസ്ഥ? എല്ലായിടത്തും ഇവിടുത്തെ സൂപ്പ് ഇട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്കാണെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ല. ആകെ പറഞ്ഞിട്ടല്ലോ. അതാരിത്? എവിടെയായിരുന്നു? തുടങ്ങിയിട്ടില്ല, വന്നിട്ടില്ല. ഇതെന്തൊരു ഒരുമാതിരി മറ്റേ മാഗി ഇട്ട് കലക്കിയ സാധനമാണോ? സാധനക്ക് വേണ്ട. സാധനം വന്ന് കഴിച്ചു. പകുതി പീസും കൊണ്ടുപോയി. ടേസ്റ്റ് ചെയ്തോക്കാം. ആദ്യം ചെറിയൊരു പീസുകൾ എടുക്കാം. മോനെ ഗ്രില്ലുമ്പോൾ കിടന്ന് കറങ്ങിയ ചൂടുണ്ട്. അതുണ്ട്. ടേസ്റ്റ് ഉണ്ടോ? എന്താ മോൻ കണ്ടിട്ട് അങ്ങനെയല്ലല്ലോ തോന്നുന്നത്. എന്നിട്ട് അമ്മൂസിന് മുക്കാം. കുഴപ്പമില്ല. ഇങ്ങനെ കഴിക്കണം. ആദ്യം ഒരു പീസ് മറ്റേ കുബൂസ്, എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഉള്ളി എടുക്കുക. പിന്നെ ഒരു ചിക്കൻ്റെ പീസ് അല്ല അടിയിൽ മുക്കുക. എന്നിട്ട് കുറച്ച് അമ്മൂസ് എടുക്കുക. എന്നിട്ട് അപ്പം ടേസ്റ്റ് അറിയില്ല. കുഴപ്പമില്ല. കഴിച്ചിട്ട് കേട്ടാ. തീർത്തു കഴിച്ച് എല്ലാം തീർത്തു. ബിരിയാണി പറഞ്ഞു അതും തീർത്തു. പക്ഷെ ബിരിയാണി ക്വാണ്ടിറ്റി കുറവായിരുന്നു. കൈയൊക്കെ പോയി കണ്ടിട്ടാ. ഇതാണ് ഗൈസ് ഞങ്ങളുടെ ടോട്ടൽ ബില്ലായത് 36 പ്ലസ് ഒരു ബർഗറും കൂടി ഓർഡർ ചെയ്ത്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണം. ഈ ബർഗറും ടേസ്റ്റ് ചെയ്യണം. ചെക്കനൊരു ഗ്രീൻ ടീ അതൊക്കെ കുഴപ്പമില്ല. അപ്പം ഇന്ന് ഇത്ര ഇത് ഏകദേശം ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പം ശരി, ടാറ്റ, ബൈ ബൈ, സി.